ഹരിതയുടെ രൂപീകരണത്തിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയനിൽ MSF വിജയിക്കുന്നുണ്ട്. സെനറ്റിലേക്ക് പെൺകുട്ടികൾ വിജയിച്ച് കയറുന്നുണ്ട്. എന്തിനിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അമരത്ത് ഷിഫാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരിക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണത്. ഇനി ഈ ഹരിത കേരളത്തിലെ MSF ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എന്തിനാ ഹരിത എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഇരിക്കാനുള്ള ഇടം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം, അത് MSFന് ചെയ്തുകൂടെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നുകൂടെ ഒരു സ്വതന്ത്ര ചിന്തയോട് കൂടിയിട്ട് ഇടപെടാൻ, പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെയുള്ള, അല്ലെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ, MSFലേക്ക് കൂട്ടിച്ചേർക്കാനൊക്കെയുള്ള ഇടപെടൽ ഹരിത നടത്തുന്നുണ്ട്. ഇന്ന് ഹരിതയ്ക്ക് പകരമായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏത് സംഘടനയാണ് ഉള്ളത് എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. പകരം വെക്കാൻ മറ്റൊരു സംഘടന ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്, എൻ്റെ പഠനം, എൻ്റെ ബോധ്യം. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, വനിതാ ലീഗ് ഏറ്റവും ആക്റ്റീവായിട്ട് മുസ്ലിം ലീഗിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പല തരത്തിലുള്ള പരിപാടികളിൽ ലീഗിനെ സഹായിച്ചും അല്ലാതെ ഒറ്റയ്ക്കും ഒക്കെ പല പരിപാടികളും വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല ഹിസ്റ്ററി. ഇപ്പം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയിൽ 2 സെക്രട്ടറിമാരായിട്ട് 2 വനിതകൾ വന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. CPM കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമ്മേളനം നടത്തിയല്ലോ. അവരുടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്ര സ്ത്രീകൾ എടുക്കാൻ പറ്റി? ആ പാവം ശ്രീമതി ടീച്ചറെ പോലും ഒരു പരിഗണിച്ചിട്ടില്ല. പോയി കുറേ അവിടെ നിന്നിരുന്നു, പരിഗണിച്ചിട്ടില്ല എന്നുള്ളതല്ലേ വസ്തുത. അപ്പം ഇങ്ങനെ പരിഗണനയുടെ കാര്യം വരുമ്പോൾ വേഗം വിളിക്കുക ലീഗിനെയാ. CPMൽ പോയി നോക്കിയാൽ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. അവരുടെ പല പരിപാടികളിലും ഈ സാന്നിധ്യമില്ല. നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാനും അടിച്ച് നന്നാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി യൂത്ത് ലീഗിൻ്റെ കാര്യം പറയാം. യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പഞ്ചായത്ത് സമ്മേളനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്, നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ വനിതകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം. മാത്രമല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ 20% പെൺകുട്ടികളെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനമെടുത്തത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. DYFIക്കാർക്ക് പോലും ആ ഒരു ധൈര്യം ഈ നാട്ടിലില്ല. ഞങ്ങൾ സ്ത്രീ രാഷ്ട്രീയം പറയുന്നു എന്നും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഘോരമായിട്ട് വാദിക്കുന്നത് എന്ന് പറയുന്ന സംഘടനകളൊന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പം ഇനി വരാനിരിക്കുന്ന കമ്മിറ്റികളിൽ 20% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ, അവരെ കൂടി ചേർത്ത് നിർത്തിയാലേ മുന്നോട്ടുള്ള രാഷ്ട്രീയം നടക്കാൻ, പ്രായോഗികമായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. ഇനി ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരാം. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർ തിരിച്ചിങ്ങോട്ട് ചോദിക്കല്ലോ, ഓ നിങ്ങൾ അവിടെ സീറ്റ് കൊടുത്തില്ലേ, അവിടെ കസേര ഇട്ട് കൊടുത്തില്ലേ, ഇവിടെ ബെഞ്ചിട്ട് കൊടുത്തില്ലേ എന്നല്ലേ ചോദിക്കുക. അല്ല, ഇവിടെ പുല്ലാണി ഇവരെ ഇരിക്കുന്നുണ്ട്. ഇവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അപ്പം കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ റിസർവേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സമയത്ത് ആൾക്കാർ പറഞ്ഞത് ഇവർക്ക് ആളെ കിട്ടാനുണ്ടാവില്ല എന്നോ, പേരുണ്ടാവില്ല, ഡ്രൈവിംഗ് സീറ്റിൽ ഭർത്താക്കന്മാരിയ്ക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഭർത്താക്കന്മാരിയ്ക്കുമെന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് സുഹറ മമ്പാടിനെ പോലെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവുന്നത്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് സുഹറ മമ്പാട്. ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിലെ പഞ്ചായത്ത് തലങ്ങളിൽ, ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ സ്ത്രീകൾ നേരിട്ട് നടത്തുന്ന പല പദ്ധതികളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെയർമാൻ പോസ്റ്റുകളിൽ ഇരിക്കുന്ന, എന്തിനിപ്പം ഈ റിസർവേഷനൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇല്ലാതെ പോലും ഏറ്റവും അമരത്തിരിക്കുന്ന ജനറൽ പോസ്റ്റിൽ മത്സരിച്ച് ജയിക്കുന്ന സ്ത്രീകൾ ലീഗിലുണ്ട് എന്നുള്ളത് നമ്മളെ സവിശേഷതയാണ്.
അപ്പം അങ്ങനെയൊന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ഇലക്ട്രൽ പൊളിറ്റിക്സിലുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ നൂർബിന റഷീദ്, അതിനു മുമ്പ് കമറുന്നീസ അൻവർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അസംബ്ലിയിലേക്ക് മത്സരിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എണ്ണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആ സീറ്റിൽ നിന്നുകൊണ്ട് സ്ത്രീകളെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ലീഗ് ശ്രമിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ പറയുന്നുണ്ട്, കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ഉന്നയിക്കാറുണ്ട്. അതിനനുസരിച്ച് പാർട്ടി പരിശോധിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്താറുണ്ട്. അപ്പോൾ ലീഗിനെ കുറിച്ച് കുറ്റം പറയുന്നവർ സ്വയം ഒന്ന് പരിശോധന നടത്തുന്നത് നല്ലതാണ് എന്നാണ് ആ കാര്യത്തിലുള്ള മറുപടി. അതെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി അതുതന്നെയാണ്. മുസ്ലിം ലീഗ് പാർട്ടി ഒരു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വത്വരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടി ആയിട്ട് പോലും അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വലിയൊരു ഇടം മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ തെഹലി അവിടെ സംസാരിച്ചത്. എല്ലാവരെയും കൂടെ നിർത്താൻ, ദളിത് വിഭാഗത്തെ കൂടെ നിർത്താൻ, വനിതകളെയും എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്താനുള്ള കൃത്യമായ അജണ്ട മുസ്ലിം ലീഗിനുണ്ട്. അത് കൃത്യമായിട്ട് തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞപ്പോൾ ജനറൽ സീറ്റിൽ വിജയിച്ചിട്ടുള്ള പ്രസിഡൻ്റൊക്കെ ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ സംസിയ സുബൈർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജനറൽ സീറ്റിൽ മെമ്പറായിട്ടുള്ള ആൾ പോലെയാണ്. അപ്പോൾ അവർ മുന്നിൽ തന്നെ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് അഡീഷണൽ ആയിട്ട് പറയണമെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ലീഗിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഇപ്പോഴൊക്കെ ഇവരെവിടെ പോയി എന്ന് ചോദിക്കുന്ന ആൾക്കാരെ ലീഗിൻ്റെ ചരിത്ര പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മളുടെയൊക്കെ സാന്നിധ്യം കാണാൻ പറ്റും. അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ 15 വനിതകൾ ഉണ്ടായിരുന്നു. 15 വനിതകൾ. അതിൽ ലീഗിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ലീഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഇന്ന് ഇന്ത്യ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ള ഭരണഘടനാ അസംബ്ലിയിൽ നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിനു മുമ്പ് നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സമരം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിടയിൽ നിന്ന് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടേ. തട്ടമിട്ടിട്ടുള്ളവരുണ്ട്, ഹിജാബ് ധരിച്ചവരുണ്ട്, നിക്കാബ് ധരിച്ച ആൾക്കാരുണ്ട്. എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ലീഗിൻ്റെ തന്നെ പ്രധാനപ്പെട്ട പോസ്റ്റ്, വനിതാ ലീഗ് അല്ലട്ടോ, ഹലീമ ബീവിയെ പോലെയുള്ള ആളുകൾ നേതൃത്വം നൽകിയിരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വനിതാ ലീഗ് അല്ല, ലീഗിന് നേതൃത്വം നൽകിയിരുന്ന. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെയെന്ന് ചോദിക്കുന്നവർ ഒന്ന് പുസ്തകം എടുത്ത് വായിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇതിലുള്ളൂ. അപ്പോൾ സമയം കുറച്ചധികമായി, അടുത്തൊരു സെക്ഷനും കൂടിയുണ്ട്. മനോഹരമായിട്ടാണ് 2 അതിഥികളും നമ്മോട് സംസാരിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഇവരോട് കൂട്ടിച്ചേർത്ത് സംസാരിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റ് സമയം കൂടി തന്നിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുമായി കൂട്ടിച്ചേർത്ത് ചോദിക്കാൻ ആർക്കെങ്കിലും ഉണ്ടോ? മൈക്ക് തരും. ഹലോ, ഹലോ, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കുണ്ടായിരുന്നൊരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം പല ജോലി ഫീൽഡുകളുണ്ടല്ലോ, ഓരോ ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഒരു സ്ഥലത്ത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചത് സ്ത്രീകൾക്ക് എത്രത്തോളം സെക്യൂറാണ് ഈ ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്, ഇല്ല, ഇപ്പോൾ ബോയ്സ് ഗേൾസ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും എന്താ പറയുക ഒരേപോലെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ മറുപടി. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ ന്യൂനപക്ഷമാവുന്നത്? രാഷ്ട്രീയത്തിൽ മാത്രമല്ല സ്ത്രീകൾ ന്യൂനപക്ഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഒക്യുപ്പൻസി തരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകൾ കാരണം ഒരു സ്പെഷ്യൽ അറ്റൻഷൻ്റെ ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വർക്കിംഗ് പ്ലേസിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ നമുക്ക് പല ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ മറുപടി അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത ദിവസമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സൈന്യത്തിൽ ആളുകൾക്ക് ഈ ഇൻഡിഫറൻസ് പാടില്ല എന്നുള്ള ഒരു വിധി പ്രസ്താവിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന ഉണ്ടാക്കിയിട്ടും ഇന്ത്യൻ സൈന്യത്തിൽ പുരുഷന്മാർക്ക് ഉള്ള പോലെ ആയിരുന്നില്ല സ്ത്രീകൾക്ക്, വനിതകളായിട്ടുള്ള സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സിന് ഉണ്ടായിട്ടുള്ള നിയമങ്ങൾ. അവർക്ക് റിട്ടയർമെൻറ്റിൻ്റെ ഏജ് കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു.
വനിതകളായിട്ടുള്ള ഓഫീസേഴ്സിന്. പുരുഷന്മാർക്ക് അങ്ങനെയല്ലായിരുന്നു. ഈ ഒരു വ്യത്യാസം ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ട് ഈക്വാലിറ്റി എന്ന് പറയുന്ന പേഴ്സ്പെക്റ്റീവിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് പിന്നെ നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്, പ്രത്യേകിച്ച് നമ്മളൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ജോലി ഉള്ള സ്ഥലത്തേക്ക് എത്തിയാൽ ഒരു അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, മാറ്റങ്ങൾ, വ്യക്തിപരമായ ശാരീരികമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് കെയർ വേണ്ടിയ ആളുകളാണ്. വൾണറബിൾ കമ്മ്യൂണിറ്റിയാണ്, ഒരു വൾണറബിൾ കമ്മ്യൂണിറ്റിയാണ് എന്നുള്ള അർത്ഥത്തിൽ സ്പെഷ്യൽ അറ്റൻഷനും സ്പെഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക ഫോക്കസും ഈ വിഭാഗത്തിന് വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോലി സ്ഥലങ്ങളിൽ പോഷാക്ട് വരുന്നത്. പോഷാക്ട് കേട്ടിട്ടുണ്ടോ? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നത്. അത് വിനായക കേസ് എന്ന് പറയുന്ന ഒരു കേസിന് അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുകയാണ്. ആ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോഡി ഉണ്ടാക്കണം. ആ ബോഡിയിലാണ് ഇപ്പോൾ നമ്മൾ പരാതിപ്പെടുന്നത്. ആ ബോഡിയിൽ പരാതിപ്പെട്ടാൽ കൃത്യമായിട്ടുള്ള ഒരു രൂപം പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലൂടെ കാര്യങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് കെയർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 15 ഒക്കെ പ്രിവിലേജിന് പുറത്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മൈനോറിറ്റീസ് ആണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അവർക്ക് നൽകപ്പെടുന്ന അവകാശങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അത് കൊണ്ടുപോകാൻ ഇവിടെ സമർത്ഥരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റിസർവേഷൻ അനിവാര്യമാണ്. അപ്പോൾ ആ അനിവാര്യതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. നിലവിൽ ആ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മാധ്യമ പ്രവർത്തക കൂടിയാണ്. നിലവിൽ പ്രിയപ്പെട്ട തെഹ്ലിയ പറഞ്ഞ പോലെ തന്നെ മാധ്യമ മേഖലയിൽ നിങ്ങളൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സോ റീഡേഴ്സിനെ ഒന്നും കാണാൻ സാധിക്കില്ല. അത് ശരിക്കും നമ്മുടെ വിഭാഗത്തിൽ നിന്ന് കഴിവുള്ള, മികവുള്ള, പ്രകടിപ്പിക്കാൻ ശേഷിയുള്ള കുട്ടികളില്ലാത്തത് കൊണ്ടല്ല. കാരണം അവിടെ കുറേ പ്രയാസങ്ങൾ ആ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതാന്തരീക്ഷത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വ്യത്യസ്ത മേഖലകളുണ്ട്. നമുക്ക് തട്ടമിട്ടുകൊണ്ട് വാർത്ത വായിക്കാനുള്ള ഒരു അവസരം നൽകുന്നില്ല, അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിക്കാൻ എപ്പോഴും തട്ടമിട്ട കുട്ടികൾ ഡെസ്കിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിലോ അല്ലെങ്കിൽ എപ്പോഴും ബാക്കിലേക്ക് പോകുന്ന അവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ മാധ്യമ മേഖലയിൽ നിലവിലുണ്ട്. അതൊരു പ്രശ്നമായിട്ടോ പരാതിയായിട്ടോ ഉയരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇവരൊക്കെ ഒരു സേഫ് സോണിലേക്ക് മാറുകയാണ് ചെയ്യാറുള്ളത്, ഞാൻ ഉൾപ്പെടെ. കാരണം നമുക്ക് ആ ഒരു ഫീൽഡിനോടുള്ള ഒരു പാഷൻ ഉണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കംഫർട്ടായിട്ടുള്ള, അപ്പം ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ സംസാരിക്കാനും പ്രകടിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എൻ്റെ കൂടെ മാധ്യമ പ്രവർത്തനം താല്പര്യപ്പെട്ടുകൊണ്ട് പഠിച്ചിരുന്ന നിരവധി കുട്ടികൾ തട്ടം ഉപേക്ഷിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഏറ്റവും മികച്ച മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പലപ്പോഴും അത് ചർച്ചയാകുന്നില്ല, അല്ലെങ്കിൽ പരാതികൾ ഉയരുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സേഫായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും എപ്പോഴും ഇത്തരം മേഖലകളിലെ ജോലി സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ന്യൂനപക്ഷമായി അല്ലെങ്കിൽ ഏറ്റവും കുറവ് എണ്ണമായി മാറുകയും അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് അതിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഒരു കാര്യം കൂടി. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാ? ജോലി ചെയ്യാണോ? അല്ല, ഞാൻ ഇപ്പോൾ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുക. ആണോ? ആഹാ, വെരി ഗുഡ്. ഒരു കാര്യം കൂടി പറയാനുള്ള എൻ്റെ അനുഭവം, ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിരുന്ന കാര്യമാണ് പറയണത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അഴിമതി നടക്കുന്ന ഒരു ലോകം, അതായിരുന്നു എനിക്ക് രാഷ്ട്രീയം. പിന്നെ രണ്ടാമത്, ഇപ്പോൾ മുസ്ലിം മതം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാർ മതഭ്രാന്തന്മാരാണെന്നുള്ളതാണ് ഞാൻ കേൾക്കാനിടയായിട്ടുള്ളത് ചില ആളുകളുടെ അടുത്ത് നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ പെട്ടുപോകുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? രാഷ്ട്രീയം ഇല്ല, മതമില്ല, ഒന്നുമില്ല. ഇത് നല്ലൊരു ചോദ്യമാണ്.
ശരിക്ക് നമ്മളിങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. ഇതെവിടുന്നാ കേൾക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമ്മളെ ചുറ്റുവട്ടത്ത് നിന്ന് നമ്മളിവിടെ നിന്ന് അബോളിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറ്റാനുള്ള ആൾക്കാരാണ് ഇതിങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ കുട്ടികളുടെ ചെവിയിൽ കൊണ്ടുവന്നിടുന്നത്. നിങ്ങളോടൊക്കെ അങ്ങനെ പറയാൻ വന്നാൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാനുണ്ടാവും. എന്നാൽ നിങ്ങളുടെ മക്കള്, നെക്സ്റ്റ് ജനറേഷൻ, ആ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമ്പോൾ മറുപടി കൊടുക്കാൻ ഉണ്ടാവില്ല. അവരുടെ അറിവ് പരിമിതപ്പെട്ടതായിരിക്കും. അവരിതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ മക്കളെ ഇങ്ങനെ ബിസി ആക്കി നിർത്തുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയതിന് ശേഷം കുട്ടി എപ്പോഴൊന്ന് ഫ്രീ ആവുന്നത്? ഫുള്ള് പഠിത്തവും പരീക്ഷയും. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയപരമായിട്ട് ചിന്തയ്ക്ക് സമയമില്ല. അവർക്ക് ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളെ ഒന്ന് അപഗ്രഥിച്ച് നോക്കാൻ സമയമില്ല. അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ അടുത്തേക്ക് വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം പാവപ്പെട്ട നമ്മളുടെ മക്കൾ അത് ശരിയാണല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ അതിലേക്ക് പോകുന്നുണ്ട്, വഴിതെറ്റി പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫലസ്തീനിൽ നിങ്ങൾ കാണുന്നില്ലേ? ഫലസ്തീനിൽ സ്കൂളില്ല, കോളേജില്ല, ഭക്ഷണമില്ല, പട്ടിണി കിടന്ന് മനുഷ്യന്മാർ മരിക്കുകയാണ്. പിറ്റേ ദിവസം പുലരോ എന്ന് അറിയില്ല. അവിടെ പിറന്നു വീകുന്ന കുഞ്ഞിന് ആ നാടിൻ്റെ ശബ്ദമായിട്ട് പ്രതിരോധിക്കാനുള്ള ഭാഷ തനിയേ വരികയാണ്. ഒരു ഉമ്മ കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകയായിട്ടുള്ള ഒരു ഉമ്മ മകനെ എഴുതി വെച്ച കത്തിൽ പറയുന്നത് എന്താ? മോനെ, എൻ്റെ പിന്നാലെ മരണമുണ്ട്, ഞാൻ ഏത് നിമിഷവും മരണപ്പെടാം. അങ്ങനെ ഞാൻ മരണപ്പെട്ടാൽ നീ കരയരുത്, നീ ഈ നാടിനു വേണ്ടി ശബ്ദിക്കണം, ഈ മണ്ണിനു വേണ്ടി ശബ്ദിക്കണം എന്ന് പറയുന്ന ഒരു ഉമ്മ. അപ്പോൾ ഉമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പാഠങ്ങളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കുറേ ഫ്രീ ബീസ് കിട്ടി, കുറേ ഹാപ്പിയായി, നല്ല ക്വയറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലെത്തുമ്പോൾ മക്കൾക്ക് നമ്മൾ ഇങ്ങനത്തെ പാഠങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പം ഒന്നാമത് അരാഷ്ട്രീയത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ജോലി, പണം എന്നുള്ള രൂപത്തിലേക്ക് മാറുമ്പം കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മളാരും അറിയുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, ലീഗിൻ്റെ പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ പ്രസക്തി എന്താണ്? നിങ്ങൾക്ക് സ്വത്വബോധത്തിനെ കുറിച്ച് സംസാരിക്കാൻ, നിങ്ങൾക്ക് ആഗോളവൽക്കരണത്തിനെ കുറിച്ച് സംസാരിക്കാൻ, മുതലാളിത്ത ബോധത്തിനെ കുറിച്ച് സംസാരിക്കാൻ, കാലാവസ്ഥ വ്യതിയാനത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ, നിങ്ങൾക്ക് ശരിയും തെറ്റും പറയാൻ നിങ്ങൾക്കൊരിടം വേണം, വേണ്ടേ? ആ ഇടമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി. അപ്പം ആ പ്രതലത്തിനെ നിർമ്മിക്കുക, അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക, പ്രതിരോധിച്ചു കൊണ്ട് കടന്നു പോവുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം കേട്ടോ. BR അംബേദ്കർ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൽ മൈനോറിറ്റീസ് എങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളൊരു ചോദ്യം അന്നത്തെ അസംബ്ലി ഡിബേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം എന്താ പറയുക? മൈനോറിറ്റീസ് എപ്പോഴും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. നിങ്ങളെപ്പോഴും ജാഗ്രത പുലർത്തണം. ജാഗ്രത പുലർത്തുന്ന പേടിച്ചിരിക്കുക എന്നല്ല, ഏത് സമയവും സന്ദർഭവും വരുമ്പം അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സൃഷ്ടിപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഇടപെടൽ നിങ്ങൾക്കുണ്ടാവണം. നമ്മൾ മിണ്ടാതിരുന്നാൽ കാലിനടിയിലെ മണ്ണും എടുത്തിട്ട് ഈ ആളുകൾ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കും. അപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് കൂടുതൽ ചിന്ത ഉണ്ടാക്കുക. പിന്നെ മതബോധം എന്ന് ആ കാര്യം കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്തേക്കട്ടെ. മതബോധം എന്ന് പറയുന്നത് വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷഹീൻ ബാഗ് അല്ലേ, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതാ ഷഹീൻ ബാഗ്. എന്താ ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? അറിയോ? ഷഹീൻ എന്ന് പറഞ്ഞാൽ ഒരു കിളിയാ. ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് ആകാശത്തൂടെ പറക്കുന്ന ഒരു കിളിയുടെ പേരാണ് ഷഹീൻ എന്നുള്ളത്. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടാണ്, പൂന്തോട്ടം. പല വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുള്ള സ്ഥലമാണ് ബാഗ്. ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ പറക്കുന്ന വ്യത്യസ്ത വൈജാത്യങ്ങളുള്ള ഒരു നാടിനെ സൂചിപ്പിക്കാൻ പറ്റിയ പദമാണ് ഷഹീൻ ബാഗ് എന്നുള്ളത്. അവിടേക്ക് നമ്മൾ പോയി പറയുന്നത് എന്താ? ഒറ്റയ്ക്ക് നിങ്ങൾ ഒരു രൂപത്തിലേക്കാക്കല്ല, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊരുതുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം അവസാനിപ്പിക്കുകയാണ്. അല്ലാമ ഇക്ബാലിൻ്റെ ഒരു
2 വരി കവിതാശകലം മാത്രം നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിങ്ങനെയാ: തൂ ഷഹീൻ ഹേ, തൂ ഷഹീൻ ഹേ, പർവാസ് ഹേ തേരാ കാം. നീ ആരാണ്? നീ ആകാശത്തൂടെ പറക്കുന്ന പക്ഷിയാണ്. പർവാസ് ഹേ തേരാ കാം, നിന്റെ ഉത്തരവാദിത്തം എന്താണ്? ആകാശത്തൂടെ ഉയർന്ന് പറക്കുക എന്നുള്ളതാണ് കരുത്തയായിട്ടുള്ള പക്ഷികളെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് എഴുതി വെച്ച കവിയെ ഓർക്കുന്നു, അവസാനിക്കുന്നു, നിങ്ങളിൽ ഏൽപ്പിക്കുന്നു.